വെറും 2 ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. തണുപ്പ് കാലത്ത് ഇതിൽ നിന്നൊക്കെ ഒരെണ്ണം കഴിക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നെല്ലിക്ക ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ദാ ഞാനിവിടെ 500 ഗ്രാം നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക ഇപ്പോൾ മാർക്കറ്റിൽ നല്ല പോലെ തന്നെ കിട്ടാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 500 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലുമൊക്കെ കറുത്ത കുത്തോ അല്ലെങ്കിൽ കേടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീമറിൽ കുറച്ച് വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് 10 മിനിറ്റ് നേരത്തേക്കാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ആ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ നെല്ലിക്ക നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ഒരല്പം മാറി വന്നതിന് ശേഷം ഞാൻ ഇതുപോലെ അതിൻ്റെ കുരു ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. നെല്ലിക്കയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ കുരുവൊക്കെ ഞാനിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് കൽക്കണ്ടാണ്. ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് കൽക്കണ്ട ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് കൽക്കണ്ട ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉപയോഗിക്കാം. 400 ഗ്രാം കൽക്കണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കൽക്കണ്ട ആദ്യം പൊടിച്ചെടുത്തത് മിക്സറിൻ്റെ ജാറ് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിവിടെ നെല്ലിക്കയാണ് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഒട്ടും വെള്ളമില്ലാതെ നെല്ലിക്ക നമുക്ക് അരച്ചെടുക്കാം. ആദ്യം ദാ ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അത് മുഴുവനായിട്ടും നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാനിവിടെ കൽക്കണ്ട പൊടി ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 4 ടേബിൾ സ്പൂൺ കൽക്കണ്ടപ്പൊടി ചേർത്തിട്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ഞാനിവിടെ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടികട്ടിയായിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിലോ സ്റ്റീൽ പാനിലോ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ബാക്കിയുള്ള കൽക്കണ്ടത്തിൻ്റെ പൊടി മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല അടികട്ടിയായ പാത്രമായതുകൊണ്ട് തന്നെ ഒട്ടും അടിക്ക് പിടിക്കൊന്നുമില്ല. അപ്പോൾ ഇതാ ഇതിപ്പം ആ ചേർത്ത് കൊടുത്തിരിക്കുന്ന കൽക്കണ്ടത്തിൻ്റെ പൊടിയൊക്കെ നല്ല പോലെ തന്നെ അലിഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് നേരമായി ഞാനിത് കുക്ക് ചെയ്തെടുക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇതാ അതൊരല്പം കട്ടിയായിട്ടും അതുപോലെ തന്നെ നല്ല കളറൊക്കെ ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും കട്ടകളില്ലാതെ കലക്കിയെടുക്കുക. കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇതില്ലാതെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോറിൻ്റെ പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദാ ഇതിപ്പോൾ നല്ല പോലെ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഈ ഒരു പാകത്തിനായി വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 10 മിനിറ്റ് ആയ സമയത്താണ് ഞാൻ ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരുപാട് സ്പീഡിലൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്കിതിപ്പോൾ സ്പീഡായിട്ട് തോന്നുന്നത് ഞാനിതിൻ്റെ സ്പീഡൊന്ന് കൂട്ടിയത് കൊണ്ട് മാത്രമാണ്. ഞാൻ വളരെ സ്ലോയിലാണ് ഇളക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദാ ഞാനിപ്പോൾ മുഴുവനായിട്ടും തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതിലേക്കൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ മുഴുവൻ സമയം കുക്ക് ചെയ്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ദാ ഇത് നല്ല പോലെ തന്നെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് നേരമായിട്ടുണ്ട് ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഇതിപ്പോൾ നല്ല പോലെ തന്നെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കട്ടിയായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പാകത്തിനായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ നെയ്യ് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. രുചിയാണ്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. അപ്പോൾ ദാ നെയ്യും കൂടെ ചേർത്ത് ഞാനിവിടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ 25 മിനിറ്റ് നേരമായി ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഇത് നോക്കൂ, നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതല്ല ഇതിൻ്റെ പാകം. നല്ലൊരു കട്ടിയായിട്ട് വരണം. ഏകദേശം 10 മിനിറ്റ് നേരം കൂടെ നമുക്കിത് കുക്ക് ചെയ്യേണ്ടതായിട്ട് വരും.
ഇതിപ്പോൾ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 30 മിനിറ്റ് നേരമാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റാണ്. ഇതുപോലെ പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വന്ന് നല്ല പോലെ തന്നെ സ്ട്രക്ചർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകാകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് നെയ്യാക്കിയിട്ട് അതിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ബട്ടർ പേപ്പറിൽ തന്നെ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു പാത്രത്തിൽ നന്നായിട്ട് നെയ്യ് തടവിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ല നിങ്ങൾ ഇതുപോലെ ബട്ടർ പേപ്പറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ നമുക്കിത് നീഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടാനും അതുപോലെ തന്നെ ഒട്ടും ക്രാക്ക് ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ദാ ഇത് ഞാൻ നല്ല പോലെ തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബട്ടർ പേപ്പർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറമേ തന്നെ വെച്ചാൽ മതി. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഇത് സെറ്റായിട്ട് വന്നോളും. ഇനി ഇത് കട്ട് ചെയ്യാനാണ് പോകുന്നത്. കട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു കത്തിയിലേക്ക് ഒന്ന് നെയ്യ് തടവി കൊടുത്തോളൂ. പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് പറ്റുന്ന പോലെയൊക്കെ ഉണ്ടാകും. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഒരല്പം പറ്റുന്ന പോലെയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പാകത്തിന് റെഡിയായി വന്നോളും. ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. ഞാനിവിടെ കട്ട് ചെയ്യുമ്പോൾ ഒരിളം ചൂടുണ്ട്, അതുകൊണ്ടാണ് അതിങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാ ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഞാനിതാ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ ഒട്ടും പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൽക്കണ്ടത്തിൻ്റെ പൊടി കൂടി ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കൽക്കണ്ടത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇങ്ങനെ ഡസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിലൊന്നും ഒട്ടും തന്നെ പറ്റിപ്പിടിക്കില്ല. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൽക്കണ്ടത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പാത്രത്തിലിട്ട് വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ദാ നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള നല്ല ക്യാൻഡിയാണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളിതിൽ കൽക്കണ്ടത്തിൻ്റെ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൽക്കണ്ടം നമ്മളുടെ ശരീരത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ശർക്കര ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ ശർക്കര ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നെല്ലിക്കയുടെ രുചി അങ്ങോട്ട് പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ കൽക്കണ്ടത്തിൻ്റെ പൊടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതങ്ങനെ ഒരുപാട് ഹാർഡായിട്ടൊന്നല്ല ഉണ്ടാകുക, ഒരു ചൂയി ടെക്സ്ചറിലാണ് ഉണ്ടാകുക. ഇതിൽ ഒരെണ്ണം ദിവസവും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.